യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ഡോക്ടർ ആൻ ശിൽപ ജോയ്. ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നു. ഞാൻ 20/2/2022 ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ ചേർന്നത്. ആ സമയത്ത് ഞാൻ ഉദ്ദേശിച്ചിരുന്ന ലക്ഷ്യം എന്നത് വിദേശത്ത് പോവുക എന്നതായിരുന്നു. പക്ഷേ ഉടമ്പടി നിയമങ്ങളെപ്പറ്റി മനസ്സിലാക്കി വന്നപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി. നമ്മളുടെ ജഡികമായ ഒരു വിശേഷങ്ങളല്ല, നമ്മളിലൊരു ഭൗതികമായ മാറ്റം ഈ ഉടമ്പടി കൊണ്ടുവരുന്നു എന്നെനിക്ക് മനസ്സിലായി. ഇതിലുള്ള പറഞ്ഞിട്ടുള്ള ചട്ടങ്ങൾ നമ്മൾ പല കാര്യങ്ങളും നിയമലംഘനങ്ങളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ഭൗതികമായ മാറ്റം നമുക്ക് മാറ്റം തിരിച്ചറിയാൻ സാധിക്കും. ഞാൻ പണ്ട് ബൈബിൾ വായനയൊന്നും സ്ഥിരമായി ചെയ്തിരുന്ന ഒരാളല്ല. പക്ഷേ ഉടമ്പടിയിൽ വന്നപ്പോൾ ബൈബിൾ വായിക്കാനും അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും സാധിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷവും എന്നിൽ കുറേ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും കടന്നു വന്നപ്പോഴാണ് അച്ഛൻ്റെ ചൊവ്വാഴ്ചയിലെ ധ്യാനത്തിൽ എനിക്ക് മനസ്സിലായത്, നമ്മളിലുള്ള ചെറിയ തോതിലുള്ള മാറ്റങ്ങളല്ല, വലിയ തോതിലുള്ള മാറ്റമാണ് അമ്മ മാതാവ് ആഗ്രഹിക്കുന്നതെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൂടുതൽ ശുശ്രൂഷ പ്രവർത്തികൾ ചെയ്യുകയും രോഗി സന്ദർശനം, അതുപോലെ തന്നെ പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ അവരുടെ എന്തോ കാര്യമായിക്കോട്ടെ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കുകയും, അതുപോലെ മാതാപിതാക്കളെ വയോധികരെ അവരെ ഉപേക്ഷിച്ച് കഴിയുന്ന സ്ഥലങ്ങളിൽ പോയി സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന സമയം അവർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതെൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കിയത്. എൻ്റെ IELTS പരീക്ഷ ഒത്തിരി നാളായി മുടങ്ങി കടന്ന തടസ്സങ്ങൾ വന്ന IELTS പരീക്ഷയിൽ അമ്മ മാതാവ് കടന്നു വന്ന് ഇടപെടുകയും അന്നത്തെ ആ പരീക്ഷാ ദിവസം എനിക്ക് നല്ല IELTS സ്കോർ ലഭിക്കുകയും ചെയ്തു. ഇത് ആയിരുന്നു ഒന്നാമത്തെ കടമ്പ. രണ്ടാമതായി ഏജൻസിയോട് PT പരീക്ഷ കൂടെ പാസ്സാവുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മുടെ സാക്ഷ്യങ്ങൾ ഒരു വട്ടം ഞാൻ ദർശിക്കുകയും അതിലൊരു സാക്ഷ്യമുണ്ടായിരുന്നു. ഉപ്പിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയൊരു മാറ്റം സംഭവിച്ചുവെന്നും, നമ്മളുടെ പാസ്പോർട്ടിൽ നമ്മുടെ തൈലം തേച്ച് പ്രാർത്ഥിച്ചത് കാരണം വലിയൊരു മാറ്റം അവർക്കുണ്ടായി, അവർക്ക് വിദേശത്ത് പോകാൻ സാധിച്ചുവെന്ന്. ഞാൻ നിരന്തരമായി എൻ്റെ പാസ്പോർട്ട് വെച്ച് അമ്മ മാതാവിനോട് നിരന്തരമായി പ്രാർത്ഥനയിൽ പറഞ്ഞിരുന്നു, അമ്മേ എനിക്ക് പോകാൻ സാധിക്കണം, എൻ്റെ മക്കളോടൊത്ത് നല്ലൊരു ജീവിതം എനിക്ക് ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ആദ്യ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 70 സ്കോർ ലഭിച്ചു. അമ്മ മാതാവിനെ നന്ദി. മൂന്നാമതായിട്ട് എൻ്റെ മോന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവനെ സ്കൂളിൽ ചേർത്ത സമയത്ത് ടീച്ചർമാർ അവന് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടെന്നും അവന് പഠിക്കാൻ നല്ല പാടാണെന്നും പാസ്സാവാൻ പ്രയാസമാണെന്നും പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം എല്ലാ ദിവസവും നമ്മുടെ ഉപ്പ് അവന് ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് അവനെ ഓരോ പരീക്ഷയ്ക്കും നമ്മൾ തൈലം തേച്ച് വിടുന്നത്. അതിൻ്റെ ഭാഗമായി എല്ലാ ടീച്ചർമാരെ അതിശയിപ്പിച്ചുകൊണ്ട് അവന് 70% മുകളിൽ മാർക്ക് ലഭിച്ചു. അമ്മ മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹവും കൃപയും ഉണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് മേലെ. ഓരോ ചെറിയ കാര്യങ്ങളിലും അമ്മ മാതാവ് ഇടപെടുന്നത് നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതുമാത്രമല്ല, ഒത്തിരി കൃപകൾ ഉണ്ടായിട്ടുള്ള എല്ലാ കൃപകളും തന്ന മാതാവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ കാനഡയിലേക്കാണ് പോകുന്നത്. ഏപ്രിൽ മാസം ഞങ്ങൾ ഫ്ലൈറ്റ് ആയിട്ടുണ്ട്, ഞാൻ പോവുകയാണ്. അവിടെ പോകുന്നത് ഞാൻ ഹയർ സ്റ്റഡിക്കാണ് പോകുന്നത്, സ്റ്റുഡൻറ്റ് വിസയിലാണ് പോകുന്നത്. കൃപകൾ തന്ന അമ്മ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.